സർക്കാർ സ്കൂളിലെ അധ്യാപകരുടെ മക്കളെ എന്തുകൊണ്ടായിരിക്കും അവർ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാത്തത്? അതിന് കൃത്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ കൃത്യമായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ അവർ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ അവിടെ ഈ ഇംഗ്ലീഷ് സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ളതോ അല്ലെങ്കിൽ അത്തരം നടപടികളൊന്നും ഇല്ല. പക്ഷെ ഇവരുടെ ഒരു മെന്റാലിറ്റി വെച്ച് ഇവർ വിചാരിക്കുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ കുറെ കൂടെ ടാലന്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല, ഫുൾ ടൈം ഇംഗ്ലീഷ് ആയിരിക്കും അവിടെ സംസാരിക്കുന്നത്. സ്വന്തം അധ്യാപനത്തിൽ അവർക്ക് പോരായ്മ ഉണ്ടെന്ന് അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. അധ്യാപനത്തിലല്ല, അവരുടെ ആ ഒരു സർക്കാർ സ്കൂളുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം മിക്കവാറും. അല്ല, സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന സർക്കാർ അധ്യാപകരായിരിക്കുമല്ലോ, അവരുടെ അധ്യാപനത്തിൽ പോരായ്മ ഇല്ലാത്തതുകൊണ്ടായിരിക്കത്തില്ലേ? അല്ല, അങ്ങനെയാവില്ല. പല പല അധ്യാപകന്മാരും അവരുടെ മക്കളെ മറ്റു സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പൊ ICSE ആണെങ്കിലും ICSE സിലബസ് അല്ലെങ്കിൽ CBSE സിലബസിൽ +2 പാസ് ആയിട്ടുണ്ട് എങ്കിൽ കാരണം കുറെ കൂടെ ടഫസ്റ്റ് ആയിട്ടാണ് ICSE CBSE അല്ലെങ്കിൽ ബാക്കിയുള്ള ഗവൺമെന്റ് സ്കൂൾ അല്ലാത്ത സ്കൂളുകളുടെയൊക്കെ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീടുള്ള ഇവർക്ക് ആഗ്രഹം അല്ലെങ്കിൽ നീറ്റ് എടുക്കണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കണോ എന്നൊക്കെ ആയിരിക്കാം. സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് പുസ്തകം കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും കട്ടിയുള്ള പുസ്തകങ്ങളല്ല. അപ്പൊ ഇവര് ചിന്തിക്കുന്നത് ഈ ഒരു ICSE CBSE ഒക്കെ പഠിക്കുകയാണെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് പിന്നീടുള്ള എക്സാമിനേഷൻസ് ഒക്കെ വേഗം സ്കോർ ചെയ്യാൻ പറ്റും. അല്ല, ഇവര് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവര് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10ാം ക്ലാസ് 9ാം ക്ലാസ് വരെ മറ്റു സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് 10ാം ക്ലാസ് ആകുമ്പോൾ ഇവര് സ്റ്റേറ്റ് സിലബസിലേക്ക് കൊണ്ടുവരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു കോളേജ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ ICSE അല്ലെങ്കിൽ CBSE പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ സ്കൂളുകളിൽ പ്രാതിനിധ്യം കിട്ടാനില്ല. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ +2 ആണെങ്കിലും 10 ആണെങ്കിലും അവരുടെ സബ്ജക്ട് കുറെ കൂടെ ടഫാണ്. അപ്പൊ മാർക്ക് സ്കോർ ചെയ്യാൻ കുറെ കൂടെ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അതിനേക്കാൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പിന്നെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ ടോട്ടൽ മാർക്ക് വെച്ചിട്ടാണെങ്കിൽ അവർ ഏത് സബ്ജക്റ്റ് ആണെങ്കിൽ എത്ര ടഫുള്ള അങ്ങനെയൊന്നും അല്ല. എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ ആ സ്കോർ ചെയ്ത മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സീറ്റുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു 9 ക്ലാസ് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ആ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മേജർ റീസൺ അതുകൊണ്ടാണ്. കുറച്ച് അല്ലെങ്കിൽ തന്റെ കുട്ടി ഇത്രയും പഠിച്ചിട്ടും സീറ്റ് കിട്ടാതെ ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഇനിയിപ്പോ 10A+ കിട്ടും. ഈ അടുത്ത കാലത്താണ് തോന്നുന്നു എത്രയോ കുട്ടികൾക്ക് 10A+ ഒക്കെ കിട്ടിയിട്ടും പലപ്പോഴും അലോട്ട്മെന്റിൽ 1, 2, 3 അലോട്ട്മെന്റ് വരെ കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ ഉൾപ്പെടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം സീറ്റ് ഈ അലോട്ട്മെന്റിൽ ഡിലേ വരാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഇത്രത്തോളം സീറ്റ് കുറവാണോ ബാക്കി ഉന്നത വിദ്യാഭ്യാസത്തിന്? പക്ഷെ ആ ടൈമിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഉന്നത വിദ്യാഭ്യാസം എടുക്കുമ്പോൾ അവിടെ വീണ്ടും സീറ്റ് ഒഴിവെടുക്കുക. കുട്ടികൾക്കൊന്നും ആ സീറ്റിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ അത്തരം കോളേജസിലൊന്നും പോകണ്ട. അവരൊക്കെ കൂടുതലായിട്ടും ഈ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഏതാണോ അത് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ കൂടുതലായിട്ട് ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെയും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒരു 7 തൊട്ട് 6 തൊട്ടൊക്കെ എൻട്രൻസ് കോച്ചിങ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂള് ഗവൺമെന്റ് സ്കൂളിൽ അതൊന്നും അലൗഡ് അല്ല. അത് നമ്മൾ എത്ര ഇപ്പൊ അടുത്ത് തന്നെ എൻട്രൻസ് വേണം. അത്രത്തോളം സ്ട്രിക്റ്റ് അല്ല പല കാര്യങ്ങളിലും. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും വാശി പിടിപ്പിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതിയൊന്നും സർക്കാർ സ്ഥാപനങ്ങളിലില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അധ്യാപകർക്ക് അവരുടെ മക്കൾ നല്ല മികവുറ്റ വിദ്യാഭ്യാസം നേടണം എന്നൊരു ചിന്ത ഉണ്ടായതുകൊണ്ടായിരിക്കാം പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അവരങ്ങനെ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ മക്കൾ പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്നത് എന്താണ് തെറ്റുള്ളത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കണം. അതിപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പഠനം കിട്ടത്തില്ല എന്നൊരു ബോധ്യം ഉണ്ടായതുകൊണ്ട് പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? നാട്ടുകാരുടെ മക്കളെ സർക്കാർ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല സ്കൂളുകളിലും ഇപ്പോൾ അവരുടെ ജോലി നിലനിർത്താനായിട്ട് പല കുട്ടികളെയും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്ന അധ്യാപകരെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും സർക്കാർ സ്കൂളുകളിലേക്ക്. അപ്പം അവരെന്താണ് ചെയ്യുന്നത്? നാട്ടിലുള്ള ആളുകളുടെ മക്കളെ സർക്കാർ സ്കൂളിലേക്ക് കൊണ്ടുവരികയും തൻ്റെ മക്കളെ മാത്രം പ്രൈവറ്റ് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വിടുകയും ചെയ്യും. പ്രൈവറ്റ് സ്കൂളുകൾ അവർ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടാവും? അങ്ങനെ നല്ലൊരു എമൗണ്ട് തനിക്ക് എത്രത്തോളം ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുകയും ചെയ്യും, അതിൽ കൂടുതൽ ശമ്പളം മുടക്കി പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു രീതിയാണ് നമ്മുടെ ഗവൺമെന്റ് അധ്യാപകരുടെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല സ്കൂളുകളിലും പല കുട്ടികളും കുറവാണ്. ഇപ്പോൾ കൂടുതൽ ഇനിയിപ്പോ അധ്യാപകന്മാരുടെ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളും പ്രൈവറ്റ് സ്കൂളുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ. കാരണം അതിന് ഒന്നാമത്തെ കാര്യം ഗവൺമെന്റ് സ്കൂളുകളെ എത്രത്തോളം അവർ വിശ്വസിക്കുന്നില്ല. ഗവൺമെന്റ് സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ തന്റെ കുട്ടി ചീത്തയാവുന്ന ഒരു വിചാരം, ആ ഒരു ചിന്താഗതി എവിടേക്കോ
നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കാരണം ആ ഒരു ഫ്രീഡം തന്നെയായിരിക്കാം. നമുക്ക് അത്ര സ്ട്രിക്ട്നെസ് ഇല്ല, പല കാര്യങ്ങൾക്കും സ്ട്രിക്ട്നെസ് ഇല്ല. പിന്നെ ഈ 9ാം ക്ലാസ്സിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവങ്ങളാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് കുറെ അവർക്ക് തന്നെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടും. ബാക്കി അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ കുറെ അധികം പൈസ മുടക്കിയിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് അത്രത്തോളം പൈസ കൊടുക്കേണ്ട കാര്യമില്ല, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫണ്ടൊക്കെ കിട്ടും. അപ്പൊ ഇതുകൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഈ ഒരു പാസ് മാർക്കൊക്കെ അവർക്ക് പിന്നീട് പഠിക്കുമ്പോഴാണെങ്കിലും അതിനൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഇത്തരം കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അവർ ഈ ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം ഇവർ ചിന്തിക്കുന്നത് ഇവർക്കൊക്കെ ഗവൺമെന്റ് ജോബ് വേണം താനും, പക്ഷെ തന്റെ കുട്ടികളൊന്നും ഇവിടെ പഠിപ്പിക്കുകയില്ല. അപ്പൊ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളെ എത്രത്തോളം നിലവാരത്തിലായിരിക്കും അവർ പഠിപ്പിക്കുന്നതെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയുള്ള അധ്യാപകരാണ് നമ്മുടെ നാടിന് ശാപം. കാരണം അവരിൽ തന്നെ അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്ത് കഴിഞ്ഞാലും സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പട്ടിക പുറത്തു വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഞെട്ടാൻ പോകുന്നത്. പല സ്കൂളുകളിലെ ആണെങ്കിലും നമുക്കറിയാം, നമ്മുടെ പരിചയത്തിലുള്ള അധ്യാപികമാരുടെ ഒക്കെ ആണെങ്കിലും അറിയാം, പല അവർ ഗവൺമെന്റ് ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ കുട്ടികൾ ഗവൺമെന്റ് സ്കൂളുകളില്ല. ആ ഒരു പട്ടിക പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് തന്നെ അപമാനമായിരിക്കും. ഇത്രയും അധികം ഗവൺമെന്റ് ടീച്ചേഴ്സിന്റെ കുട്ടികൾ മറ്റുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ തെരഞ്ഞെടുക്കുന്നില്ല എന്നൊരു പറയുമ്പോൾ അത് നമ്മുടെ ഗവൺമെന്റിന് തന്നെയല്ലേ ഒരു അപമാനമായിട്ട് വരുന്നത്? അതെ, തീർച്ചയായും. കാരണം ഇത്രയും സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ പോലും ഹൈടെക് ക്ലാസ് റൂംസ് ആണ് പലപ്പോഴും നമ്മൾ അടുത്ത് തന്നെ കണ്ടിട്ടുള്ള എല്ലാ ക്ലാസ് റൂമും ഗവൺമെന്റ് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇടയ്ക്ക് ഒരു ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഹോട്ടലാണോ അതോ സ്കൂളാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സ്കൂളുകൾ മാറ്റിപ്പെടുന്നു. അത്രയും ഹൈടെക് ആയിട്ട് സ്കൂളുകൾ മാറ്റിപ്പെടുമ്പോഴാണ് ഇത്തരം രീതിയിലേക്ക് അവർ വീണ്ടും പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിക്കുന്നത്. അതെ, എത്ര തന്നെയാണെങ്കിലും സർക്കാർ അധ്യാപകരാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കുന്നവരാണ്. അപ്പൊ അവർക്കൊരു ബോധം ഉണ്ടായിരിക്കണം. സർക്കാർ സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ ഇവരെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ അത് ചെയ്യുക തന്നെ വേണം.